ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ടേ ഞാൻ കുറച്ച് മാവ് ഇങ്ങനെ കുഴച്ചപ്പോൾ ബാക്കി വന്നു കേട്ടോ. ചപ്പാത്തിക്ക് കുഴച്ചതാണ്. അപ്പോൾ കുറച്ച് മാവ് ബാക്കി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആ പലഹാരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതി. വേറൊന്നുമില്ല, നമുക്കൊക്കെ അറിയാവുന്നൊരു പലഹാരം തന്നെയാണ്. അതായത് കൊഴുക്കട്ട. ഗോതമ്പ് ഇത് വെച്ചിട്ട് കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ കാണിച്ചു തരാണേ. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചു എന്നുള്ളത് നമ്മൾ നോർമലി ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴയ്ക്കുക? ഗോതമ്പൊടി, ഉപ്പ്, വെള്ളം ചേർത്ത് കുഴച്ച് വയ്ക്കും. കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്തിട്ട് കുഴച്ച് വയ്ക്കും അല്ലേ? അതേപോലെ കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കണ്ടേ? കുഴക്കട്ടയ്ക്ക് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ശർക്കര പാവ് വേണം, നാളികേരം ചിരകിയത് വേണം, ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. അപ്പോൾ നോർമലി അതൊക്കെ നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കുറേ വീഡിയോയിൽ നമ്മളങ്ങനെ കാണിച്ചിട്ടുള്ളതാണ്. ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ കൊഴുക്കട്ട തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് ഞാൻ താഴെ വേണമെങ്കിൽ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഇവിടെ ശർക്കര പാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ശർക്കര പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 1/4 കപ്പ് ജാഗരി പൗഡർ, അതായത് ശർക്കര പൊടിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചാണ് എടുക്കണമെങ്കിൽ, അതായത് ഒരു കട്ട അങ്ങനെയാണ് എടുക്കണമെങ്കിൽ 1-2 കട്ട എടുക്കുക. നമ്മുടെ അത് ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് എടുക്കാം. ഓക്കെ, നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മധുരത്തിൻ്റെ ഇത് കൂട്ടി കുറയ്ക്കുക. അത് ഒക്കെ നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതാ ഒരു അരമുറി നാളികേരം ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം മിക്സ് ആക്കാനായിട്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കണം. എന്നിട്ട് നമ്മൾ മാവ് ഇങ്ങനെ പരത്തിയെടുത്ത് അത് ഞാൻ കാണിച്ചു തരാം. നമുക്കപ്പോൾ ആദ്യം ഇത് മിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാവ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. നാളികേരം ചിരകിയത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവുകയാണെങ്കിൽ കുറച്ചും കൂടി നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കേണ്ടതല്ലേ. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ നമുക്കത് ബോളാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലേവറിന് കുറച്ച് ഏലക്കപ്പൊടി എത്രത്തോളം വേണം ആ ഫ്ലേവറിന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമുണ്ട്, ഒന്നില്ലെങ്കിൽ അതായത് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താലും മതി. ഓക്കെ, ഫ്ലെയിം ഒന്ന് ഒത്തിരി കൂട്ടി കൊടുത്തിട്ട് എന്താ പറയുക, വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അതായത് ആ ഒരു സിറപ്പിൻ്റെ ആ ഒരു ഇതൊന്ന് കുറച്ചാൽ മതി, അത് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കാം കേട്ടോ. കൊഴുക്കട്ട തയ്യാറാക്കാം. ഒന്ന് ചൂടാറട്ടെ, അതൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാവ് നേരത്തെ കുഴച്ച് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തി കുഴച്ച് വെച്ച മാവും പിന്നെ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ ബോളെടുക്കും. അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് പരത്തി കൊടുക്കണം. പരത്തി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കോലി വെച്ച് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. വളരെ നൈസായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പരത്തി കൊണ്ടുവരികയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഔട്ടർ പോർഷൻ നല്ല തിന്നായിട്ടും ഉള്ളിൽ നല്ല എന്താ പറയുക ഫില്ലിങ്ങൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പരമാവധി തിന്നായിട്ട് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഫില്ലിങ് വയ്ക്കാം. അത് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂടാം.
അതിനുശേഷം ഒന്ന് റോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും തയ്യാറാക്കാം കേട്ടോ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ കൊഴുക്കട്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതാ നമുക്ക് ഇനി സ്റ്റീമറിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കൊഴുക്കട്ട വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൊഴുക്കട്ടയും വെച്ചിട്ടുണ്ട്. ഇനി പാത്രം അടച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്ത് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കേട്ടോ, സോ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നല്ല ചൂടാണ്. ചൂടെന്ന് അറിയതിന് ശേഷം നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ച മാവിൽ നിന്ന് ബാക്കി വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ഇതിന് മാവ് അങ്ങനെ ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ പലഹാരങ്ങൾ തയ്യാറാക്കുക. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ എഴുതി അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കൊഴുക്കട്ട അല്ലേ. അപ്പോൾ എന്തായാലും അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെന്താ, വേറൊന്നുമില്ല. അപ്പോൾ നമുക്കിനിയും നല്ല നല്ല വീഡിയോസിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.